ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നയനയാണെങ്കിൽ ആദർശിനെ വിളിച്ചിട്ട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. നമ്മൾ അബി ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ പറയുകയാണേ. അപ്പോഴത്തേക്ക് നമ്മളെ നയന പറയുന്നുണ്ട്, ഇനി ആദർശേട്ടാ അബിയെ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. വലിയൊരു തെറ്റ് ചെയ്തു തന്നിട്ട് അവനെ അത് മൂടി വയ്ക്കാൻ അവനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും അവനിങ്ങനെ വീണ്ടും ഓരോ തെറ്റുകൾ ചെയ്തുകൊണ്ട് അവൻ ഇരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുകയും പിന്നെ നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും അബി ഇനി ജ്വല്ലറിയിലേക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല. കാര്യം വെച്ചാൽ ഇങ്ങനൊരു കള്ളനെ ഇനി നമ്മളെ ഒരു സ്ഥാപനത്തിൻ്റെയും തലപ്പത്തിരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയും കേട്ടോ. പിന്നെ കാണിക്കാൻ നമ്മൾ അനാമികയാണെങ്കിൽ അബിക്കാണെങ്കിൽ കുറച്ചും കൂടെ എരിയേറ്റി കൊടുക്കും കേട്ടോ. ഇവിടെ ഈ വീട്ടിലൊരു ചന്തുമോളെന്നൊരു പെണ്ണുണ്ട്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. പക്ഷേ അവളിവിടെ എങ്ങനെ വന്നു അതൊന്നും ആർക്കും അറിയത്തില്ല. അത് എല്ലാവരെയും അറിയിക്കണമെന്നൊക്കെ നമ്മൾ അനാമികയാണെങ്കിൽ അബിക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിനി മുത്തശ്ശൻ്റെ എന്തെങ്കിലും തീരുമാനം വന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ നവ്യയാണെങ്കിൽ ദേഷ്യത്തിൽ വന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇതൊക്കെ കേൾക്കുമ്പോൾ നിനക്ക് പ്രശ്നമില്ലായിരിക്കും, പക്ഷേ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റത്തില്ല, ഇതൊക്കെ കുറച്ച് കൂടിപ്പോയി അമ്മായി എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്ക് ദേവയാനി പറയുന്നുണ്ട്, കൂടിപ്പോയെങ്കിൽ സഹിക്കാനൊക്കെ ഇവന് അർഹനാണെന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ആദർശ് പറഞ്ഞ കണക്ക് ഇവൻ എന്തായാലും സ്വയം ഒഴിഞ്ഞു പോകണം, അതാണ് നല്ലതെന്നൊക്കെ പറയും കേട്ടോ. അപ്പം നമ്മൾ അഭിയാണെങ്കിൽ കട്ട കലിപ്പിൽ നിൽക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.